ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം. അങ്ങനെ ആരോ പുറത്ത് വന്ന് വിളിക്കുന്നത് കേട്ട ഉദയഭാനോ ശ്രീകലയും കൂടി ആരാണെന്ന് നോക്കാനായിട്ട് ചെല്ലുക. അപ്പോൾ അതൊരു ബ്രോക്കറാണ് കേട്ടോ. അല്ല രവീന്ദ്രനോ? അതല്ല ഉദയേട്ട, വീടിനകത്തു നിന്ന് വല്ലാത്ത ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ പ്രശ്നം എന്ന് ചോദിക്കേ. ഒരു പ്രശ്നവുമില്ല, ഒരു എലി, അതിനെ ഒന്ന് ഓടിച്ചു വിട്ടതാ രവീന്ദ്ര, അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല എന്ന് ശ്രീകല അപ്പോൾ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയും, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാ ഇങ്ങോട്ട് വന്നത്. എന്താ രവീന്ദ്ര കാര്യം എന്ന് ചോദിക്കുക. അത് ഉദയേട്ടൻ ഇളയ മകൾക്ക് വേണ്ടി നല്ല ആലോചന വരുവാണേ, പറയണോന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ, കുട്ടിയുടെ ഫോട്ടോയും തന്നിരുന്നല്ലോ, പറ്റിയ ഒരു ആലോചന വന്നിട്ടുണ്ട്, നല്ല കുടുംബക്കാരാ എന്ന് പറയാ. അതെയോ, രവീന്ദ്രൻ കയറി വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന് ഉദയഭാനു പറയാണ്. അങ്ങനെ അയാൾ അകത്തേക്ക് കയറി വന്ന് സംസാരിക്കാം. നല്ല കുടുംബമാണ്, നല്ല ജോലിയുണ്ട്, സാമ്പത്തികമായിട്ടും നല്ല ശേഷിയുള്ളവരാ, അവർക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടാവില്ലേ രവീന്ദ്ര എന്ന് അപ്പോൾ ശ്രീകല ചോദിക്കുക. എന്ത് ഡിമാൻഡ് ചേച്ചി? അവർക്ക് നല്ലൊരു പെൺകുട്ടിയെ വേണം, അതുമാത്രമേ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുള്ളൂ. പിന്നെ ഇവിടുത്തെ മൂത്ത കുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത് ഗോമതി സ്റ്റോർ ബാലൻ്റെ വീട്ടിലേക്കല്ലേ, അക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് 100 വട്ടം സമ്മതമാണ് ഈ ബന്ധത്തിന്. ബാലനുമായിട്ട് അത്രയ്ക്ക് നല്ല അടുപ്പമുള്ളവരാണേ, അതുകൊണ്ട് ഈ കല്യാണം നടത്തണമെന്ന് തന്നെയാണ് അവർക്ക്. എത്രയും വേഗം നല്ലൊരു ദിവസം നോക്കി അവരിങ്ങോട്ട് പെണ്ണ് കാണാനായിട്ട് വരാമെന്നാ എന്നോട് പറഞ്ഞത് എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും ഉദയഭാനു പറയും, നല്ല ബന്ധമാണേ, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഞങ്ങൾക്കും താല്പര്യമുണ്ട്, ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ ഞങ്ങൾ പറയാം, അതനുസരിച്ച് അവരെ കൊണ്ട് രവീന്ദ്രൻ ഇങ്ങ് വന്നാൽ മതി എന്ന് പറയാണ്. അല്ല രവീന്ദ്രൻ്റെ കമ്മീഷൻ എന്നും പറഞ്ഞ് പൈസ കൊടുക്കാനായിട്ട് തുടങ്ങുമ്പം അയാൾ പറയും, എന്താ ഉദയേട്ട ഇത്, കമ്മീഷൻ നോക്കി പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കാൻ നോക്കുന്ന ഒരാളാണ് ഞാനെന്നാണോ ഉദയേട്ടൻ എന്നെ പറ്റി കരുതി വെച്ചിരിക്കുന്നത്? അങ്ങനെയല്ല, പെൺകുട്ടികൾക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, ഞാൻ കൊണ്ടുവന്നൊരു ആലോചന കാരണം ആരും വേദനിക്കരുത്, ഇത് മാത്രമാണ് ഈ രവീന്ദ്രനാകെ ഉള്ളൊരു ലക്ഷ്യം. കമ്മീഷനൊക്കെ പിന്നെ ആകാന്നേ, ആദ്യം നല്ല രീതിയിൽ ഈ ബന്ധം ഒന്ന് ഉറക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അയാൾ യാത്ര ചോദിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. പെട്ടെന്ന് ശ്രീകല പറയും, ഉദയേട്ട, ദേവിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വന്നിരിക്കുന്ന ഈ നല്ലൊരു ബന്ധം കൂടി നമുക്ക് ഇല്ലെന്നായി പോകും. ദേവിയുടെ ജീവിതവും ഇങ്ങനെയായി, ഇനി ദിവ്യമോളുടെ ഭാവി കൂടി കൊണ്ട് നമ്മൾ തൊലയ്ക്കണോ എന്ന് ചോദിക്കാം, വാ നമുക്ക് അകത്തു പോയി സംസാരിക്കാം എന്നും പറഞ്ഞ് ശ്രീകല ഉദയഭാനും കൂടി ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ദേവി ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവി പറയും, 2 പേരോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പെട്ടെന്ന് ശ്രീകല പറയും, മോളെ, അമ്മയും അച്ഛനും പറയുന്നതൊന്ന് കേൾക്കും മോള്, വേണ്ട എനിക്കൊന്നും പറയണ്ട, 100 കള്ളങ്ങൾ പറഞ്ഞ് എൻ്റെ കല്യാണം നടത്തി എൻ്റെ ജീവിതം ഇതുപോലെ കൊണ്ടുപോയി നിങ്ങൾ തൊലച്ചു കളഞ്ഞു. ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നാളെ എൻ്റെ അനിയത്തിയും ഇരിക്കേണ്ട ഗതികേട് അവൾക്കുണ്ടാകരുത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കുക, അവളുടെ കല്യാണമെങ്കിലും മാന്യമായിട്ട് നടത്തണം എന്ന് ദേവി അവരോട് തീർത്തു പറയാം. അപ്പം അച്ഛനൊന്നും പറയാൻ വരരുത്, അച്ഛനൊന്നും പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയാം. പെട്ടെന്ന് ശ്രീകല പറയും, സമാധാനത്തോടെ ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, വിദ്യയ്ക്ക് വന്നിരിക്കുന്നതേ നല്ലൊരു ആലോചനയാ, ആയിക്കോട്ടെ, പക്ഷെ ആ വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കണം, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ദേവി വാശിയോട് കൂടി ചോദിക്കാം. ഇവിടെ എന്തുണ്ട് എന്തില്ല എന്നൊക്കെ, നമുക്ക് സ്വന്തമായിട്ട് വീടില്ല എന്നും നമ്മുടെ അവസ്ഥ എന്താണെന്നും അവർ വ്യക്തമായി അറിഞ്ഞിരിക്കണം, എല്ലാം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാം. എല്ലാം അവരറിഞ്ഞിരിക്കണം, എങ്കിലേ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ. എന്നിട്ടും അവർക്ക് കല്യാണത്തിന് തയ്യാറാണെങ്കിൽ മാത്രം നമുക്ക് ഈ കല്യാണം നടത്തിയാൽ മതി എന്ന് ദേവി തീർത്തു പറയാം. മോളെ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് മോളെ, ഇതെല്ലാം കൂടി അവരറിഞ്ഞ അവരവരുടെ വഴിക്ക് പോകും മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാം. പൊയ്ക്കോട്ടെ എന്ന് അപ്പം ദേവി പറയാം. അപ്പം നിനക്ക് നിന്റെ അനിയത്തോട് യാതൊരു സ്നേഹവും ഇല്ലേടി എന്ന് ശ്രീകല ചോദിക്കാം. എൻ്റെ അനിയത്തോടെ എനിക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്നേ നിങ്ങൾ കാണുന്നില്ലേ, എൻ്റെ ഈ അവസ്ഥയുണ്ടല്ലോ, ഈ അവസ്ഥ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എനിക്ക് മനസ്സിലായിടി, നിന്റെ അനിയത്തിയുടെ സ്ഥാനത്ത് നീ കാണുന്നതേ മീനാക്ഷിയും മീനുവിനെയും അനുവിനെയൊക്കെ ആണല്ലേ, അവരാണല്ലോ നിന്റെ അനിയത്തിമാര്. വിദ്യ നിനക്ക് ആരാടി? മീനു, മിത്ര, അനു ഒക്കെ എൻ്റെ അനിയത്തിമാർ തന്നെയാ എന്ന് അപ്പം ദേവി പറയാ. ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെയാ അവരെന്നെയും തിരിച്ച് സ്നേഹിച്ചത്, അതിലൊരു വ്യത്യാസവും ഇല്ല. ദേവി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ജീവിതത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി, അങ്ങനെ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അറിയാം ഞങ്ങളുടെ തെറ്റുണ്ട് എന്നും കരുതി നിന്റെ അനിയത്തിക്ക് വന്ന നല്ലൊരു ജീവിതം മുടക്കി അവളുടെ ഭാവി ഇല്ലാതാക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഈ സ്ത്രീകളുടെ മറ്റൊരു മുഖം നീ കാണും എന്ന് ദേവിയുടെ വാശിയോട് കൂടി പറയാം. നീ ഇപ്പം കാണിക്കുന്നത് പിന്നെ എന്താടി എന്ന് ചോദിക്കാം. ആ പയ്യൻ്റെ വീട്ടുകാരോട് സത്യങ്ങളൊക്കെ പറയണം, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതാ നിന്റെ വാശി എന്ന് ഞാൻ പറയുന്നത്, സത്യങ്ങൾ പറയണം അത്രേ. എടി, ഇതൊക്കെ
അറിഞ്ഞ അവർ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന് നിനക്കറിയില്ലേ? അത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേടി നീ ഈ പറയുന്നത്? നിന്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടരുത്, അവള് രക്ഷപ്പെടരുത്, അതൊക്കെയല്ലേ നീ ആഗ്രഹിക്കുന്നത്? നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായിടി എന്നൊക്കെ പറയാം. സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നീ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നിന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ പറയുന്നത് അനുസരിക്കാൻ നീ ഇപ്പം തയ്യാറാകണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പെട്ടെന്ന് ഉദയഭാനു പറയും, മോളെ, നമ്മുടെ മോളെ എന്ത് വേണേലും കേൾക്കും ഇല്ല മോളെ എന്ന് ദേവിയോട് ചോദിക്കാം. ശ്രീകല, നീ ഇങ്ങനെ വാശി കാണിക്കല്ലേ, നമ്മുടെ മോള് വിദ്യമോളുടെ ഭാവിക്ക് വേണ്ടി എന്തും ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും അല്ലേ എന്ന് ചോദിക്കാം. പെട്ടെന്ന് ദേവിയാണെങ്കിൽ ഇതെന്ത് ഇവർ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ പരസ്പരം നോക്കുകയാണ് കേട്ടോ. ദേവിക്ക് പറയാനൊരു അവസരം പോലും അവർ കൊടുക്കുന്നില്ല. പെട്ടെന്ന് വീണ്ടും ശ്രീകല പറയാം, നിന്നെ കെട്ടിച്ചു വിട്ടത് ദേവമംഗലത്തേക്കാണെന്ന് അറിഞ്ഞതുകൊണ്ടാ ആ പയ്യന്റെ വീട്ടുകാര് കൂടുതലൊന്നും അന്വേഷിക്കാതെ ഈ ബന്ധത്തിന് തയ്യാറായത് എന്ന് പറയാം. പെട്ടെന്ന് ദേവി പറയും, ദേ അമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ നടന്ന കാര്യങ്ങളെല്ലാം ആ പയ്യൻ്റെ വീട്ടുകാരറിയും, അപ്പോഴോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് ഉദയഭാനു പറയും, അറിയാനുള്ളത് എന്നാണേലും അറിയും, പക്ഷേ അവരെന്തറിയണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാ എന്ന് ശ്രീകല പറയാം. എന്ന് വെച്ചാ എന്ന് ദേവി ചോദിക്കും. ദേവമംഗലത്തു നിന്ന് നീ പുറത്താക്കപ്പെട്ടു എന്നല്ല അവരറിയേണ്ടത് എന്ന് വീണ്ടും പറയാം. പിന്നെ നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? നീ ദേവമംഗലത്തു നിന്ന് നിന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോന്നു, അങ്ങനെ അവരറിയാവൂ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാം. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നോ? അത് സത്യമല്ലല്ലോ എന്ന് ദേവി അപ്പോൾ പറയാണ്. മോളെ, നീ ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. എങ്ങനെയെങ്കിലും വിദ്യമോളുടെ കല്യാണം നടത്തിയേ പറ്റൂ. അതിന് അച്ഛനും അമ്മയും പറയുന്നത് നീ കേൾക്കണം. നിനക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഉദയഭാനു ചോദിക്കാം. പെട്ടെന്ന് ശ്രീകലൻ പറയും, ദേ ആ കല്യാണം നടക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നീ നിൽക്കണം, ഞങ്ങൾ പറയുന്നതൊക്കെ നീ അനുസരിക്കുകയും ചെയ്യണം. ദേ ഞങ്ങളോട് സഹകരിച്ച് നിന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറയാം. എങ്ങനെ സഹകരിക്കണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കാം. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം, ഞങ്ങൾ പറയുന്നതനുസരിച്ച് നീ നിന്നാൽ നിന്റെ അനീതിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. ദേ എന്നും പറഞ്ഞ് ശ്രീകലയാണെങ്കിൽ ദേവിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ദേവി അതെല്ലാം കേൾക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ബാലനാണെങ്കിൽ കടയിലാകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം രാമേട്ടനും അടുത്തുണ്ട്. ബാല, ഉദയഭാനുവിനെ കുറിച്ച് നിനക്ക് അന്ന് തോന്നിയ സംശയങ്ങളൊക്കെ സത്യമായി അല്ലേടാ എന്ന് ചോദിക്കുക. പക്ഷേ അവൻ ആ 10 ലക്ഷം രൂപ കൊണ്ടു തന്നപ്പം നമ്മളൊക്കെ അവനെ അങ്ങ് വിശ്വസിച്ചു. അവൻ എവിടെ നിന്ന് ഇത്ര പൈസ ഉണ്ടാക്കിയെന്ന് നമ്മൾ കരുതിയില്ല. ആനന്ദിൻ്റെയും ദേവിയുടെയും കല്യാണം നടത്തുന്നതിന് മുന്നേ ആ കുടുംബത്തെപ്പറ്റി നന്നായിട്ടൊന്ന് അന്വേഷിക്കണമായിരുന്നു. അത് ചെയ്യാതിരുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന വലിയ തെറ്റായി പോയി ബാല എന്ന് പറയാം. ഇത്രയും കാലം എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെല്ലാം ഞാൻ വിശ്വസിച്ച ബാലേട്ട ജീവിച്ചത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാൻ കരുതിയില്ല. എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരും എന്നാ ഞാൻ കരുതിയത്. മനുഷ്യൻ്റെ മനസ്സ് നിറയെ വിഷമാണെന്ന് ആർക്കറിയാം. എൻ്റെ ആ വിശ്വാസമാണ് ആനന്ദിൻ്റെ ഭാവി തകർത്തത്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ കാരണമാണ് അവൻ്റെ ജീവിതം ഇങ്ങനായി പോയത് എന്ന് പറയാം. പെട്ടെന്ന് ആകാശ് പറയും, ഏട്ടനെ നന്നായി സ്നേഹിക്കുന്ന, ഏട്ടനുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഏട്ടൻ്റെ ലൈഫിലേക്ക് വരണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. അച്ഛനും അത്രേ കരുതിയിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അല്ലാതെ ഇതിൽ അച്ഛൻ്റെ തെറ്റൊന്നും ഇല്ല. മനഃപൂർവ്വം ഏട്ടൻ്റെ ജീവിതം തകർക്കാൻ അച്ഛനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പെട്ടെന്ന് ബാലൻ പറയും, ഗോമതി സ്റ്റോർ ബാലൻ മനുഷ്യനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ തോറ്റുപോയ ഒരാളാ മോനെ. ഞാൻ ശരിക്കും തോറ്റാ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ബാലൻ സങ്കടപ്പെട്ട് നിൽക്കുക. നീയും ആര്യനും ഒക്കെ പറയുന്നത് വളരെ ശരിയാ. അച്ഛൻ്റെ ഇഷ്ടത്തിനാ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. അതിൻ്റെ ഫലമാണ് അച്ഛൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ കാരണം എൻ്റെ മോൻ വേദനിക്കുന്നില്ലേ? എൻ്റെ ഇഷ്ടം മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഉറച്ച വിശ്വാസം ഇത്രയും നാളും അച്ഛനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അച്ഛൻ ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അച്ഛനറിയാം അച്ഛൻ്റെ ഭാഗത്ത് തെറ്റുകളൊക്കെ സംഭവിക്കുമെന്ന്. ഞാൻ കാരണം ഇന്നെൻ്റെ ആനന്ദ് അനുഭവിക്കുന്ന വേദന അത് കാണുമ്പം എനിക്ക് എത്രയധികം സങ്കടം ഉണ്ടെന്നറിയാവോ? അവൻ്റെ അവസ്ഥ കാണുന്ന ഓരോ നിമിഷവും എനിക്ക് എന്നോട് പോലും ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് എന്നിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പറയാം. പെട്ടെന്ന് ആകാശ് സങ്കടപ്പെട്ടുകൊണ്ട് പറയും, അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഒരു കുടുംബം ഇത്ര കൃത്യമായി പ്ലാൻ ചെയ്ത് ചതി നടപ്പാക്കുമെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. ഇത്രയും മനസ്സിൽ ദുഷ്ടത്തരം നിറഞ്ഞവരെ അവരെന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ എന്ന് ചോദിക്കാം. എടാ ആകാശേ, ആ സ്ഥലക്കച്ചവടം
നിന്നിരുന്നെങ്കിൽ നിന്റെ കൂട്ടുകാരൻ്റെ ഗതി അതോ ഗതി ആയേനെ എന്ന് രാമേട്ടനപ്പോൾ പറയാം. അത് കേൾക്കുന്ന ആകാശ് പറയും, ഒരു കുടുംബത്തെ മുഴുവനും അയാളും അയാളുടെ കുടുംബവും ചേർന്ന് അധോഗതിയിലാക്കിയല്ലേ രാമേട്ട എന്ന് ചോദിക്കാം. ഹോ, അയാൾ എന്തൊരു മനുഷ്യനാ എന്ന് അപ്പം ബാലൻ പറയാം. അയാളൊരു മനുഷ്യൻ തന്നെയാണോ? സ്വന്തം മകളുടെ ഭാവി പോലും നോക്കാതെ എന്തൊക്കെ കള്ളത്തരങ്ങൾ അയാൾ ചെയ്തു കൂട്ടിയത് എന്ന് ചോദിക്കാം. അവൻ്റെ സകല കള്ളത്തരങ്ങൾക്കും ദേവി കൂട്ടു നിന്നല്ലോ. അവിടെയാ രാമേട്ട ഞാൻ തകർന്നു പോയത്. പെട്ടെന്ന് രാമേട്ടൻ പറയും, ബാല, ഉദയഭാനു പെരുങ്കള്ളനാ, അവനെപ്പറ്റി നീ എന്തു പറഞ്ഞാലും കുറഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷെ ദേവി അങ്ങനെയല്ല, അവളൊരു പാവമാ എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് പറയാം. ആ തന്തയുടെ തോന്നിവാസത്തിനൊക്കെ അവൾ നിന്നു കൊടുക്കേണ്ടി വന്നതായിരിക്കും എന്ന് പറയാം. രാമേട്ടൻ അവളെ ന്യായീകരിക്കരുത്. എത്രയൊക്കെ പറഞ്ഞാലും അവൾ ചെയ്തത് തെറ്റ് തന്നെയാ. ഞാനും ഗോമതിയും സ്വന്തം മോളെ പോലെയല്ലേ അവളെ നോക്കിയത് എന്ന് ബാലനപ്പം പറയണേ. എത്രമാത്രം സ്നേഹിച്ചതാ. അവളുടെ അച്ഛൻ ഇങ്ങനെയാണെന്ന് അവൾക്കറിയായിരുന്നല്ലോ. എന്നിട്ട് ഒരു വാക്ക് അവൾക്ക് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ എന്ന് ബാലൻ ചോദിക്കാം. എന്നിട്ട് അവൾ ചെയ്തോ? ഇല്ലല്ലോ. എല്ലാ കാര്യങ്ങളും അവളായിട്ട് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവളുടെ ഗതികേട് മനസ്സിലാക്കി ഞങ്ങളായിട്ട് അവളെ കൂടെ നിർത്തിയേനെ, ഞങ്ങൾ അവളെ ചേർത്ത് പിടിച്ചേനെ. പക്ഷെ ഇവിടെ അവൾ ചെയ്തത് ചതിയല്ലേ. പെട്ടെന്ന് ആകാശ് പറയും, ഏടത്തി അങ്ങനെ ചെയ്യാതിരുന്നത് ചിലപ്പോൾ പേടിച്ചിട്ടാകും എന്ന് പറയാണ്. സ്വന്തം അച്ഛൻ ഇത്ര വലിയ ഫ്രോഡാണെന്ന് ഏടത്തി എങ്ങനെ പറയും എന്ന് ചോദിക്കാം. അവളുടെ അച്ഛനെ രക്ഷിക്കാനാ നോക്കിയത്, അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നതേ ആനന്ദ എന്നപ്പോൾ ബാലൻ പറയും, നമ്മുടെ വീടാ, അവൾ ചെയ്ത തെറ്റിനെല്ലാം വേദനിക്കേണ്ടി വന്നത് നമ്മുടെ കുടുംബമാണ് എന്ന് പറയും. പെട്ടെന്ന് രാമേട്ടൻ പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബാല, നടന്നത് നടന്നു. ഇനി എങ്ങനെയും ആനന്ദിൻ്റെ ജീവിതം രക്ഷിക്കണം, അതുമാത്രമേ നോക്കേണ്ടത്. കുടുംബത്തിൻ്റെ സമാധാനം തിരികെ കൊണ്ടുവരണം. അതിനെന്താണോ ചെയ്യേണ്ടത് അത് നീ ചെയ്യടാ എന്ന് പറയാം. ഇനി എന്ത് ചെയ്യണമെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല രാമേട്ട. എനിക്കറിയില്ല ആരെ വിശ്വസിക്കണം, ആരെ സംശയിക്കണം എന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോലും എനിക്കറിയില്ല. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എനിക്ക് ചുറ്റും ഒരു ശൂന്യതയാ എന്ന് പറഞ്ഞ് ബാലനാകെ വേദനയോടുകൂടി ഇരിക്കുകയാണ്. ബാലൻ്റെ ആ തകർന്ന അവസ്ഥ കാണുന്ന ആകാശിനും ഒരുപാട് സങ്കടം തോന്നുവാണ്. ഇതേ സമയം ദേവമംഗലത്തും ആർക്കും രാത്രിയായിട്ട് പോലും ഒരു ഉറക്കവും ഇല്ല. ഓരോരുത്തർ ഓരോ മൂലയിൽ ചിന്തിച്ചിരിക്കാം, കിടക്കുന്നുണ്ട്, പക്ഷേ ഉറക്കം പോലും വരുന്നില്ല. ഇതേ സമയം ഗോമതി കിടന്നിട്ട് ചിന്തിക്കുന്നത് മുഴുവനും ആനന്ദ് പറഞ്ഞ ഓരോരോ സത്യങ്ങളാണ്. അപ്പം ഗോമതിയുടെ ഒപ്പമാണ് മീനു കിടക്കുന്നത്. പെട്ടെന്ന് മീനു എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് പറയും, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം അമ്മ ഒരു പക്ഷേ ദേഷ്യപ്പെടും എന്ന് പറയണം. ഇത്രയുണ്ട് കേട്ടോ കൂടെ. ദേഷ്യപ്പെട്ടാലും സാരമില്ല, എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് മീനു പറയാം. മീനു, അവളുടെ കാര്യമാണെങ്കിൽ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് ഗോമതി തീർത്തു പറയാം. അമ്മേ, പക്ഷേ അമ്മ ചെയ്തത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. മീനു, വീണ്ടും നീ ഇത് പറയണ്ട. അമ്മേ, ഞാനൊന്ന് പറയട്ടെ അമ്മേ. ദേവിയടുത്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നമ്മളോട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പണ്ടായിരുന്നില്ലേ അമ്മേ എന്ന് ചോദിക്കാം. നമ്മളുമായിട്ട് അടുത്തിടപഴകിയ ശേഷം ഏടത്തി ഒരുപാട് ശരിക്കും മാറി. ആ വന്നു കയറിയപ്പോഴുള്ള ഏടത്തിയെ അല്ലായിരുന്നല്ലോ ഇപ്പം എന്ന് ചോദിക്കാം. ഈ വീടിനെ സ്വർഗമായിട്ടാണ് ഏടത്തി കണ്ടിരുന്നേ. ഏടത്തിക്ക് കിട്ടാതെ പോയ സ്നേഹവും പരിഗണനയും ഒക്കെ ഇവിടെ കിട്ടിയതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ സ്നേഹം ഏടത്തിക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. ആ സ്നേഹം നഷ്ടപ്പെടുമെന്ന് കരുതിയാവാം ആ പാവം എല്ലാം മറച്ചു വെച്ചത്. നമ്മളോടൊക്കെ അത്രയും ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടായിരുന്നു അമ്മ എന്ന് പറയാം. പെട്ടെന്ന് മിത്ര പറയും, ആനന്ദേട്ടൻ്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് വന്നൊരു ഏടത്തിയുണ്ട്. ആ ഏടത്തിയിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ സ്നേഹമാ ഏടത്തിയെ ഇതുപോലെ മാറ്റിയെടുത്തത്. അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ എന്ന് ചോദിക്കാം. നമ്മളോട് ഏടത്തി കള്ളം പറഞ്ഞത് അത് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ചതിയായിട്ട് എനിക്കും തോന്നുന്നില്ല അപ്പച്ചി എന്ന് പറയാണ്. അച്ഛനും അമ്മയും നിർബന്ധിച്ചപ്പം ചെയ്തു പോയതാകാം. ചിലപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതായിക്കൂടെ, പാവം പെട്ടുപോയതാണെങ്കിലോ എന്ന് മിത്ര വീണ്ടും പറയണ്. അപ്പച്ചി അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറയാം. പെട്ടെന്ന് ഗോമതി പറയും, അവൾ നിങ്ങളെ സ്നേഹിച്ചതോ ഈ വീടിനെ സ്നേഹിച്ചതോ ഒന്നും എനിക്കറിയണ്ട എന്ന് തീർത്തു പറയാം. പക്ഷേ എന്നോട് അവൾ ചെയ്തത് അത് വിശ്വാസവഞ്ചന തന്നെയാണ്. അതെനിക്ക് ഒരിക്കലും പൊറുക്കാനായിട്ട് സാധിക്കില്ല എന്ന് ഗോമതി അപ്പ രണ്ടുപേരോടുമായിട്ട് കരഞ്ഞോണ്ടാണ് കേട്ടോ പറയുന്നത്. സ്വന്തം മകളായിട്ടാണ് ഞാൻ അവളെ കണ്ടത്, അത്രയും ഞാൻ അവളെ സ്നേഹിച്ചതാ. സ്വന്തം മകളെക്കാൾ ഞാൻ അവളെ സ്നേഹിച്ചു, അതിൻ്റെ എനിക്ക് കിട്ടുകയും ചെയ്തു എന്ന് വീണ്ടും പറയാം. എന്നിട്ടും അവൾക്ക് എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ എങ്ങനെ സാധിച്ചു? അവൾ എനിക്ക് ഈ നെഞ്ചിൽ വീണ മുറിവാ, അതൊരിക്കലും മായാൻ പോകുന്നില്ല എന്ന് പറയണം. കാലം ചെല്ലുമ്പം ആ മുറിവ് ഉണങ്ങുമായിരിക്കും,
പക്ഷേ ആ മുറിവ് നൽകിയ വേദനയുണ്ടല്ലോ, അതെന്നും എന്നെ കുത്തി നോവിക്കും, ആ മുറിപ്പാടും അവിടെ ഉണ്ടാകും എന്ന് പറയാണ്. ഒരിക്കലും ഇനി ഒന്നും പഴയതുപോലെ എൻ്റെ മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല എന്ന് ഗോമതി തീർത്തു പറയാം. എൻ്റെ മരണം വരെ അതൊന്നും ഇനി പോകാനായിട്ട് പോകുന്നില്ല എന്ന് വീണ്ടും പറയാണ്. അപ്പം മീനും ഇത്രയും പരസ്പരം നോക്കുക, ഇനി അമ്മയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുക. ഇതേ സമയം നേരെ വെളുത്ത് കഴിയുമ്പം ശ്രീകലയാണെങ്കിൽ ദേവിയുടെ റൂമിലേക്ക് വരിക ചായയായിട്ട്. അല്ല, ഇവളിത് എവിടെ പോയി? ബാത്റൂമിൽ വല്ലതും പോയതായിരിക്കും എന്ന് പറഞ്ഞ് ദേവി എന്ന് പറഞ്ഞ് വിളിക്കും കേട്ടോ. അപ്പോൾ ബാത്റൂമിലും കാണില്ല. ഉദയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താ ശ്രീകലയെ വിളിച്ചു കൂവുന്നത്? നീ എന്താ വല്ലാതിരിക്കുന്നത്? ദേവിയെ മുറിയിലെങ്ങും കാണുന്നില്ല. ഞാൻ ഈ വീട് മുഴുവനും നോക്കി, ഇവിടെ എങ്ങും കാണുന്നില്ല ഉദയേട്ടാ എന്ന് പറയാ. ഞാൻ അവൾക്ക് ചായം കൊണ്ട് മുറി പോയതാ, അവളപ്പോൾ മുറിയിലില്ല. അവൾ എവിടെ പോകാനാടി? ഇവിടെ എവിടെയെങ്കിലും കാണും. നീ ഇവിടെ എല്ലായിടത്തും ഒന്ന് നോക്ക്, ഞാനും നോക്കാം, ചിലപ്പം പുറത്ത് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. മോളെ ദേവി എന്ന് പറഞ്ഞ് അവരെല്ലാവരും വീട് മുഴുവനും കിടന്ന് അന്വേഷിക്കുക. ദേവി മോളെ, നീ ഇത് എവിടെ പോയടി എന്ന് ചോദിക്കുക. അപ്പോൾ ഉദയഭാനും പുറത്തൊക്കെ നോക്കിയിട്ടുണ്ട്, അവിടെ എങ്ങും കാണുന്നില്ലല്ലോ ശ്രീകലെ, അവൾ പിന്നെ എവിടെ പോയടി എന്ന് വീണ്ടും ചോദിക്കുക. അവളുടെ മനസ്സാകെ തകർന്നിരിക്കുക. ആ സങ്കടം സഹിക്ക വയ്യാതെ എൻ്റെ മോൾ എന്തേലും കടുങ്കൈ ചെയ്ത് കാണുമോന്നാ എൻ്റെ പേടി. ശ്രീകലെ, നീ അങ്ങനെയൊന്നും ചെയ്യില്ല, നമ്മളെ ഓർത്ത് അവൾക്ക് സങ്കടമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ കൊല്ലും, ഞാനും ചാകും എന്ന് ശ്രീകല പറയാം. അല്ലേ വേണ്ട, നിങ്ങൾ കുടിക്കാൻ പണ്ട് മാറ്റി വെച്ചിരുന്ന വിഷമുണ്ടല്ലോ, അതിരിപ്പുണ്ടല്ലോ, അത് കുടിച്ച് ഞാൻ എൻ്റെ ജീവിതം അങ്ങ് അവസാനിക്കും എന്ന് പറയാം. എൻ്റെ ശ്രീകല, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ എങ്ങനെ സമാധാനപ്പെടാനാ? അവൾ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെയാ എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് പറഞ്ഞ് ശ്രീകല അവിടെ നിന്ന് കരയാം. ഇനി നമ്മൾ എവിടെ പോയി അവളെ അന്വേഷിക്കും? പെട്ടെന്ന് ഉദയഭാനു പറയും, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാ കാര്യങ്ങളെങ്കിൽ അങ്ങനെ തന്നെയാ, എനിക്ക് മനസ്സിലായിടി എന്ന് പറയാം. ദേവി എങ്ങോട്ടാ പോയതെന്ന് എനിക്ക് മനസ്സിലായെന്ന്. നിങ്ങളോട് പറഞ്ഞിട്ടാണോ പോയേ? എവിടേക്കാ പോയേ എന്നപ്പോൾ വീണ്ടും ചോദിക്കുക. നീ വേഗം റെഡിയായി വാ, നമുക്കിപ്പം തന്നെ പോകണം എന്ന് പറയാ. എങ്ങോട്ടാ മനുഷ്യ പോവേണ്ടത് എന്ന് വീണ്ടും ശ്രീകല ചോദിക്കാം. അവൾ പോയിരിക്കുന്നത് എവിടേക്കാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇച്ചിരി അടിപൊളിയാക്കി എടുക്കാൻ കിട്ടിയൊരു അവസരമാണ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയുകയാണേ. പെട്ടെന്ന് ദേവി ദേവമംഗലത്തേക്കാണ് പോയിരിക്കുന്നത്. അവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന് ഉദയഭാനുവിന് മനസ്സിലായിട്ടുമുണ്ട്. ദേവമംഗലത്ത് പോയി അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ആക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ശ്രമം ഉദയഭാനു നടത്താനായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ദേവി ചെന്ന് കോളിംഗ് ബെൽ അടിക്കാം. അപ്പം മീനും ഇത്രയും കൂടിയാണ് കേട്ടോ വാതിൽ തുറക്കുന്നത്. അപ്പം പ്രതീക്ഷിക്കാതെ ദേവി അവിടെ കാണുമ്പം എന്തു പറയണമെന്നറിയാതെ നിൽക്കുക. ഏടത്തി എന്താ ഇവിടെ എന്നപ്പോൾ അവർ ചോദിക്കാം. അപ്പം പെട്ടെന്ന് ദേവി ചോദിക്കും, മോളെ ഇതെൻ്റെ വീടല്ലേ, ഞാൻ ഇങ്ങോട്ട് വരാതെ പിന്നെ എങ്ങോട്ടാ പോവുക എന്ന് ചോദിക്കാം. ഏടത്തി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അപ്പം മീനും ഇത്രയും കൂടി പറയും. പെട്ടെന്ന് ഏടത്തെ കണ്ടപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പം ഏടത്തെ ഇങ്ങോട്ട് വന്നല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചോദിച്ചത് എന്ന് മീനു അപ്പം പറയും. അല്ലാതെ ഏടത്തെ വേദനിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഞാൻ എങ്ങോട്ടാ പോകേണ്ടതല്ലാതെ ഞാൻ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? ഇതല്ലേ എൻ്റെ വീട്, നിങ്ങളെല്ലാവരും ഇവിടെ അല്ലേ എന്ന് വീണ്ടും ചോദിക്കാം. ഇന്നലെ ഇവിടുന്ന് തന്നെയല്ലേ കരഞ്ഞിട്ട് പോയത് എന്നും പറഞ്ഞ് വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുക. നിങ്ങൾ ഇത്ര വേഗം എന്നെ മറന്നു പോയോ എന്ന് ചോദിക്കുക. ഏടത്തി അങ്ങനൊന്നുമില്ല, നിങ്ങളുടെ ഏടത്തി ഒരു കള്ളിയാണെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല, ഒരു കുടുംബത്തോട് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെ ന്യായീകരിക്കാനായിട്ടൊന്നും വന്നതല്ല ഞാൻ. പക്ഷേ എന്നെ അതിലേക്ക് എത്തിച്ചത് കുറച്ച് കൂടുതൽ കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് നിങ്ങളെങ്കിലും ഒന്ന് അറിയണം എന്നും പറഞ്ഞ് ദേവിക്കറിയാം. എനിക്ക് പറയാനുള്ളതൊക്കെ ഇന്നലെ എനിക്ക് പറയാൻ സാധിച്ചില്ല. ഇന്നലെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ട് പോകാം എന്നും പറയുകയാണ്. പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് വരിക. അപ്പം അമ്മ എഴുന്നേറ്റായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഗോമതിയെ കാണുമ്പം എന്താകുമെന്നുള്ള ഭയം മീനുവിനും മിത്രയ്ക്കും നന്നായിട്ടുണ്ട്. ഇതേ സമയം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൊഴുപ്പിച്ച് ദേവിക്ക് അനുകൂലമാക്കി മാറ്റി ദേവമംഗലത്തുകാരെ നാണം കെടുത്തി എങ്ങനെ ദേവിയെ ദേവമംഗലത്തുള്ളിൽ കയറ്റാനായിട്ടുള്ള പ്ലാനും തയ്യാറാക്കിക്കൊണ്ടാണ് ഉദയഭാനുവും ശ്രീകലയും കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക് ചെയ്തു ഹൈപ്പ് ചെയ്തു